Next one, type 3. If the right hand side of a given partial differential equation is of the form function of xy is equal to x raised to m y raised to n, then particular integral is equal to 1 by function of d d dash x raised to m y raised to n is equal to function of d d dash raised to minus 1 x raised to m y raised to n. Expand function of d d dash raised to minus 1 by using binomial theorem and operate on x raised to m y raised to n. അപ്പോൾ തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് എക്സ് വൈ എക്സ് റേസ്റ്റ് എം വൈ റേസ്റ്റ് എന്ന് തന്നിരിക്കും. അപ്പോൾ വൺ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ബൈ ഫങ്ഷൻ ഓഫ് ഡി ഡി ഡാഷ് എക്സ് റേസ്റ്റ് എം വൈ റേസ്റ്റ് എന്നാണ്. അപ്പോൾ ഫങ്ഷൻ ഓഫ് ഡി ഡി ഡാഷ് റേസ് ടു മൈനസ് 1 എക്സ് റേസ്റ്റ് എം വൈ റേസ്റ്റ് എൻ. ഇനി ഫങ്ഷൻ ഓഫ് ഡി ഡി ഡാഷ് റേസ് ടു മൈനസ് 1നെ എക്സ്പാൻഡ് ചെയ്യണം. ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് എക്സ് റേസ്റ്റ് എം വൈ റേസ്റ്റ് എന്നിലെ അതിൽ ഡി അല്ലെങ്കിൽ ഡി ഡാഷ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കേണ്ടത് എക്സ് റേസ്റ്റ് എം വൈ റേസ്റ്റ് എൻ അതിൽ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെങ്കിൽ ഡി ഡി ഡാഷ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിൽ ഡിയുടെ ഹയസ്റ്റ് പവർ വേണം പുറത്തെടുക്കാൻ. ബ്രാക്കറ്റ് എന്തായിട്ട് മാറും? 1 പ്ലസ് ഓർ മൈനസ് ഫംഗ്ഷൻ ഓഫ് ഡി ഡി ഡാഷ് by d the whole raised to minus 1 and expand using binomial series in powers of d dash by d. Second one, x raised to y raised to n m less than n ആണെങ്കിൽ d ഡാഷിൻ്റെ പവർ വേണം പുറത്തെടുക്കേണ്ടത്. and expand in powers of d by d dash. ഇനി വേറൊരു കാര്യം ഓർക്കേണ്ടത് 1 by d എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അതുപോലെ 1 by d ഡാഷ് ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. ഫസ്റ്റ് പ്രോബ്ലം, സോൾവ് d ക്യൂബ് മൈനസ് 7d d dash square minus 6 into d dash cube into z equal to x square y plus sin of x plus 2y. ഇപ്പോൾ ഇവിടെ ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ എഴുതണ്ടേ? പുട്ട് d is equal to m and d dash is equal to 1. അപ്പോൾ m ക്യൂബ് മൈനസ് 7m മൈനസ് 6 equal to 0. അപ്പോൾ 3 റൂട്ട്സ് ഉണ്ട്. അപ്പോൾ m equal to -1 -2 and 3. particular integral is equal to particular integral 1 plus particular integral 2. ഫസ്റ്റ് വൺ കിടക്കുന്നത് റൈറ്റ് സൈഡ് എക്സ് സ്ക്വയർ വൈ ആണ്. ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എക്സ് സ്ക്വയർ വൈ എന്നാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ തേർഡ് ടൈപ്പാണ് 1 ബൈ ഡി ക്യൂബ് മൈനസ് 7 ഡി ഡി ഡാഷ് സ്ക്വയർ മൈനസ് 6 ഇൻറ്റു ഡി ഡാഷ് ക്യൂബ് എക്സ് സ്ക്വയർ വൈ. ഇവിടെ എം എന്ന് പറയുന്നത് 2 ആണ്, എൻ ആണെങ്കിൽ 1 ആണ്. പി എം ഗ്രേറ്റർ ദാൻ എൻ ആണ്. പി എം ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഡിയുടെ ഹയസ്റ്റ് പവർ വേണം പുറത്തെടുക്കാൻ. 1 ബൈ ഡി ക്യൂബ് ഇൻറ്റു 1 മൈനസ് 7 ഡി ഡാഷ് സ്ക്വയർ ബൈ ഡി സ്ക്വയർ minus 6 into d dash cube by d cube into x square y. 1 divided by d cube into 1 minus of 7 d dash square by d square plus 6 into d dash cube by d cube into x square y. 1 by d cube into 1 minus of 7 d dash square by d square plus 6 into d dash cube by d cube the whole raised to minus 1 into x square y. 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 1ൻ്റെ എക്സ്പാൻഷനാണ് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് വരും. അപ്പോൾ 1 ബൈ ഡി ക്യൂബ് ഇൻറ്റു 1 പ്ലസ് 7 ഡി ഡാഷ് സ്ക്വയർ ബൈ ഡി സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു ഡി ഡാഷ് ക്യൂബ് ബൈ ഡി ക്യൂബ് പ്ലസ് എക്സെട്ര എക്സ് സ്ക്വയർ വൈ. 1 ബൈ ഡി ക്യൂബ് ഓഫ് എക്സ് സ്ക്വയർ വൈ. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം കിടക്കുന്നത് 7 ഡി ഡാഷ് സ്ക്വയർ ബൈ ഡി സ്ക്വയർ ആണ്. അപ്പോൾ 7 ബൈ ഡി സ്ക്വയർ ഇവിടെ ഡി ഡാഷ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ആയിരിക്കും. അപ്പോൾ നമുക്കവിടെ വൈ ആണ്. അപ്പോൾ വൈയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 1 ആണ്, പക്ഷേ സെക്കൻഡ് ഡെറിവേറ്റീവ് മുതൽ 0 ആണ്. അപ്പോൾ ആ ടേം മുതൽ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വരുന്നത് 1 ബൈ ഡി ക്യൂബ് ഓഫ് എക്സ് സ്ക്വയർ വൈ എന്നായിരിക്കും. അപ്പോൾ 1 ബൈ ഡി ക്യൂബ് ആണെങ്കിൽ ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ അതിനെ 3 പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. 1 ബൈ ഡി സ്ക്വയർ ഓഫ് എക്സ് ക്യൂബ് ബൈ 3 ഇൻറ്റു വൈ, 1 ബൈ ഡി ഓഫ് എക്സ് റേസ് ടു 4 ബൈ 12 ഇൻറ്റു വൈ. അപ്പോൾ എക്സ് റേസ് ടു 5y ഡിവൈഡഡ് ബൈ 60. ദി സെക്കൻഡ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ 1 ബൈ ഡി ക്യൂബ് മൈനസ് 7 ഡി ഡി ഡാഷ് സ്ക്വയർ മൈനസ് 6 ഇൻറ്റു ഡി ഡാഷ് ക്യൂബ് സൈൻ ഓഫ് എക്സ് പ്ലസ് 2y. ഇപ്പോൾ സൈൻ ഓഫ് എക്സ് പ്ലസ് ബി വൈ ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഡി സ്ക്വയർ സിക്കൽ ടു മൈനസ് എ സ്ക്വയർ. ഇപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്, അപ്പോൾ -1. ഇപ്പോൾ ഡി ഡി ഡാഷ് ആണെങ്കിൽ മൈനസ് എ ബി ആണ്, അപ്പോൾ -2. ഡി ഡാഷ് സ്ക്വയർ ആണെങ്കിൽ മൈനസ് ബി സ്ക്വയർ ആണ്, അപ്പോൾ -4. ഇപ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 1 ബൈ ഡി ക്യൂബിന് ഡി സ്ക്വയർ ഇൻറ്റു ഡി എന്ന് എഴുതാം. അപ്പോൾ മൈനസ് ഡി ഇനി 7 ഡി ഡാഷ് സ്ക്വയർ. അപ്പോൾ ഡി ഡാഷ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ -4 ആണ്. അപ്പോൾ -7 ഇൻറ്റു -4 അപ്പോൾ പ്ലസ് 28 ഡി പ്ലസ് 24 ഡി ഡാഷ് സൈൻ ഓഫ് എക്സ് പ്ലസ് 2y. 1 ബൈ 27 ഡി പ്ലസ് 24 ഡി ഡാഷ് സൈൻ ഓഫ് എക്സ് പ്ലസ് 2y.
ഇപ്പോൾ ഡിനോമിനേറ്ററിൽ നിന്ന് കോമൺ ഫാക്ടറാണ് 3 അങ്ങ് കോമൺ ഫാക്ടറായിട്ട് എടുക്കാം. 1/3 ഇൻറ്റു 9d പ്ലസ് 8d ഡാഷ് സൈൻ ഓഫ് എക്സ് പ്ലസ് 2y. 1/3 ഇൻറ്റു സൈൻ ഓഫ് എക്സ് പ്ലസ് ബി വൈ ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഡിനോമിനേറ്ററിൽ നമുക്ക് കാണണം d² d ഡാഷ് അതുപോലെ d ഡാഷ് സ്ക്വയർ കാണണം. പക്ഷേ ഡിനോമിനേറ്ററിൽ ഇവിടെ കിടക്കുന്ന d ഡാഷിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് 9d പ്ലസ് 8d ഡാഷിൻ്റെ കോഞ്ചുഗേറ്റ് ആണെങ്കിൽ 9d മൈനസ് 8d ഡാഷ് ആണ്. അപ്പോൾ 1/3 ഇൻറ്റു 9d മൈനസ് 8d ഡാഷ് ഡിവൈഡഡ് ബൈ 81d സ്ക്വയർ മൈനസ് 64d ഡാഷ് സ്ക്വയർ സൈൻ ഓഫ് എക്സ് പ്ലസ് 2y. 1/3 ഇൻറ്റു 9d മൈനസ് 8d ഡാഷ് ഡിവൈഡഡ് ബൈ മൈനസ് 81 പ്ലസ് 256 സൈൻ ഓഫ് എക്സ് പ്ലസ് 2y. അപ്പോൾ 1/3 ഇൻറ്റു 175 9 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് എക്സ് പ്ലസ് 2y മൈനസ് 8 ഇൻറ്റു d ഡാഷ് ഓഫ് സൈൻ ഓഫ് എക്സ് പ്ലസ് 2y. അപ്പോൾ 1/3 ഇൻറ്റു 175 9 കോസ് ഓഫ് എക്സ് പ്ലസ് 2y മൈനസ് 16 ഓഫ് കോസ് ഓഫ് എക്സ് പ്ലസ് 2y. അപ്പോൾ മൈനസ് 7/3 ഇൻറ്റു 175 കോസ് ഓഫ് എക്സ് പ്ലസ് 2y. അപ്പോൾ 7ഉം 175 കൂടെ ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. അപ്പോൾ മൈനസ് 1/75 കോസ് ഓഫ് എക്സ് പ്ലസ് 2y. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ 1 പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ 2. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് 5 മൈനസ് എക്സ് പ്ലസ് ഫംഗ്ഷൻ ഓഫ് 5 മൈനസ് 2x പ്ലസ് ഫംഗ്ഷൻ ഓഫ് 5 പ്ലസ് 3x പ്ലസ് എക്സ് റേസ് ടു 5y/60 മൈനസ് 1/75 കോസ് ഓഫ് എക്സ് പ്ലസ് 2y. ടൈപ്പ് 4 ആണ്. വെൻ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ is equal to e raised to ax plus by ഇൻറ്റു സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്ന് തരും. ഇപ്പോൾ e raised to ax plus by ഇൻറ്റു സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്ന് തന്നാൽ e raised to ax plus by അതിനെ പുറത്തെടുക്കുക. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ d is equal to d plus a and d dash is equal to d dash plus b into some function of xy. First question ആണ്. Solve d square minus 2d d dash plus d dash square into z is equal to sin of x minus 2y plus e raised to x into x plus 2y. ഇവിടെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് m സ്ക്വയർ മൈനസ് 2m പ്ലസ് 1 ഈക്വൽ ടു 0. ഇപ്പോൾ m മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. m ഈക്വൽ ടു 1 1 ആണ്. ഈക്വൽ റൂട്ട്സ് ആണ്. അപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് 5 പ്ലസ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് 5 പ്ലസ് എക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ 1/d² മൈനസ് 2 ഇൻറ്റു d ഡാഷ് പ്ലസ് d ഡാഷ് സ്ക്വയർ സൈൻ ഓഫ് എക്സ് മൈനസ് 2y. ഇപ്പോൾ d സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. d ഡാഷ് ആണെങ്കിൽ 2 ആണ്. d ഡാഷ് സ്ക്വയർ ആണെങ്കിൽ മൈനസ് 4 ആണ്. ഇപ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം കൊടുക്കുക. അപ്പോൾ മൈനസ് 1/9 സൈൻ ഓഫ് എക്സ് മൈനസ് 2y. ഇനി നെക്സ്റ്റ് 1/d² മൈനസ് 2d ഡാഷ് പ്ലസ് d ഡാഷ് സ്ക്വയർ ഇൻറ്റു e raised to x ഇൻറ്റു എക്സ് പ്ലസ് 2y ആണ്. അപ്പോൾ ഇവിടെ e raised to ax പ്ലസ് by ഇൻറ്റു സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ e raised to xനെ പുറത്തെടുക്കണം. എന്നിട്ട് ഇപ്പോൾ d ഈക്വൽ ടു d പ്ലസ് a. ഇവിടെ a എന്ന് പറയുന്ന 1 ആണ്. b എന്നാണെങ്കിൽ 0 ആണ്. അപ്പോൾ 1/d പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു d പ്ലസ് 1 ഇൻറ്റു d ഡാഷ് പ്ലസ് d ഡാഷ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 2y. e raised to x ഇൻറ്റു 1/d² പ്ലസ് 2d പ്ലസ് 1 മൈനസ് 2d d ഡാഷ് മൈനസ് 2d ഡാഷ് പ്ലസ് d ഡാഷ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 2y. e raised to x ഇൻറ്റു 1 പ്ലസ് 2d പ്ലസ് d സ്ക്വയർ മൈനസ് 2d d ഡാഷ് മൈനസ് 2d ഡാഷ് പ്ലസ് d ഡാഷ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 2y. ഇപ്പോൾ e raised to x ഇൻറ്റു 1 പ്ലസ് 2d പ്ലസ് d സ്ക്വയർ മൈനസ് 2d d ഡാഷ് മൈനസ് 2d ഡാഷ് പ്ലസ് d ഡാഷ് സ്ക്വയർ റേസ് ടു മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2y. e raised to x ഇൻറ്റു 1 മൈനസ് ഓഫ് 2d പ്ലസ് d സ്ക്വയർ മൈനസ് 2d d ഡാഷ് മൈനസ് 2d ഡാഷ് പ്ലസ് d ഡാഷ് സ്ക്വയർ പ്ലസ് എക്സെട്ര ഇൻറ്റു എക്സ് പ്ലസ് 2y. e raised to x ഇൻറ്റു എക്സ് പ്ലസ് 2y മൈനസ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 2y പ്ലസ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് d ഡാഷ് ഓഫ് എക്സ് പ്ലസ് 2y. e raised to x ഇൻറ്റു എക്സ് പ്ലസ് 2y മൈനസ് 2 പ്ലസ് 4. e raised to x ഇൻറ്റു എക്സ് പ്ലസ് 2y പ്ലസ് 2. പിന്നെ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് z ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ 1 പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ 2. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് 5 പ്ലസ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് 5 പ്ലസ് എക്സ് മൈനസ് 1/9 സൈൻ ഓഫ് എക്സ് പ്ലസ് 2y പ്ലസ് e raised to x ഇൻറ്റു എക്സ് പ്ലസ് 2y പ്ലസ് 2. നെക്സ്റ്റ് ടൈപ്പ് 5 ആണ്. ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സൈൻ എ എക്സ് സൈൻ ബി വൈ എന്ന് തരാം, അല്ലെങ്കിൽ കോസ് എ എക്സ് കോസ് ബി വൈ.
ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ഡി സ്ക്വയറും ഡി ഡാഷ് സ്ക്വയറൊക്കെ കാണും. ഇപ്പോൾ ഡി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കൊടുക്കുക. ഡി ഡാഷ് സ്ക്വയർ ആണെങ്കിൽ മൈനസ് ബി സ്ക്വയർ ആണ്. ഫസ്റ്റ് പ്രോബ്ലം ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് 2x കോസ് 3y. അപ്പോൾ എൻ്റെ ഗിവൺ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ പ്ലസ് ഡി ഡാഷ് സ്ക്വയർ ഇൻറ്റു ഇസെഡ് ഈക്വൽ ടു കോസ് 2x കോസ് 3y. അത് ഓക്സിലറി ഇക്വേഷൻ എഴുതുക. എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ ആണ്. അപ്പോൾ എൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്തായിരിക്കും? ഫംഗ്ഷൻ ഓഫ് ഐ പ്ലസ് ഐ എക്സ് പ്ലസ് ഫംഗ്ഷൻ ഓഫ് ഐ മൈനസ് ഐ എക്സ് ആണ്. അപ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈക്വൽ ടു 1 ബൈ ഡി സ്ക്വയർ പ്ലസ് ഡി ഡാഷ് സ്ക്വയർ ഇൻറ്റു കോസ് 2x കോസ് 3y. ഇപ്പോൾ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു -4, ഡി ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -9. അപ്പോൾ -1/13 കോസ് 2x കോസ് 3y. എൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ എഴുതുക. ഇസ് ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഫംഗ്ഷൻ ഓഫ് ഐ പ്ലസ് ഐ എക്സ് പ്ലസ് ഫംഗ്ഷൻ ഓഫ് ഐ മൈനസ് ഐ എക്സ് -1/13 കോസ് 2x കോസ് 3y. ഈ ലാസ്റ്റ് ടൈപ്പാണ്. ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എനി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് തരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ ഡി ഡി ഡാഷുള്ള ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിനെ ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫോർമുലയുണ്ട്. 1 ബൈ ഡി മൈനസ് എം ഡി ഡാഷ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഫംഗ്ഷൻ ഓഫ് എക്സ് സി മൈനസ് എം എക്സ് ഡി എക്സ് ആണ്. വൈയെ റീപ്ലേസ് ചെയ്ത് സി മൈനസ് എം എക്സ് ആക്കി മാറ്റണം. ഇൻ്റഗ്രേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം സീനെ റീപ്ലേസ് ചെയ്ത് വൈ പ്ലസ് എം എക്സ് ആക്കി മാറ്റണം. സോൾവ് r plus s minus 60 is equal to y cos x. Dou square z by dou x square plus dou square z by dou x dou y minus 6 into dou square z by dou y square is equal to y cos x. ഇപ്പോൾ d square plus d dash minus 6 into d dash square into z equal to y cos x. അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എം സ്ക്വയർ പ്ലസ് എം മൈനസ് 6 ഈക്വൽ ടു 0. ഇപ്പോൾ റൂട്ട്സ് കിട്ടിയിരിക്കുന്നത് -3ഉം 2 ആണ്. അപ്പോൾ എൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് y minus 3x plus function of y plus 2x. Particular integral 1 by d square plus d dash minus 6 into d dash square into y cos x. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫംഗ്ഷൻ എനി ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ എന്ന് പറയുന്ന ഡി ഡാഷ് ഉള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഡിനോമിനേറ്ററെ ഫാക്ടറൈസ് ചെയ്യാം. നമുക്ക് കിട്ടിയിരിക്കുന്ന റൂട്ട്സ് -3ഉം 2 ആണ്. ഇപ്പോൾ ഡി ഡാഷിലുള്ള ഫംഗ്ഷനാണല്ലോ, അപ്പോൾ അതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. 1 by d minus 2 d dash into d plus 3 d dash into y cos x. ഞാൻ നേരത്തെ പറഞ്ഞു y എന്ന് പറയുന്ന c മൈനസ് എം എക്സ് ആണ്. അപ്പോൾ 1 by d minus 2 d dash into ഇൻ്റഗ്രൽ y. ഇവിടെ d plus 3 d dash അല്ലേ, ഇപ്പോൾ d മൈനസ് ഓഫ് -3 d dash ആണ്. ഇപ്പോൾ m എന്ന് പറയുന്നത് -3 ആണ്. അപ്പോൾ c plus 3x എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ c plus 3x into cos x dx. അപ്പോൾ 1 by d minus 2 d dash into c plus 3x into sin x minus 3 into minus integral 3 into sin x. 1 by d minus 2 d dash into c plus 3x into sin x plus 3 cos x. ഇനി സീനെ റീപ്ലേസ് ചെയ്ത് എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞു y എന്ന് പറയുന്നത് c plus 3x ആണ്. അപ്പോൾ c എന്ന് പറയുന്നത് എന്തായിരിക്കും? y minus 3x ആണ്. 1 by d minus 2 d dash into y sin x plus 3 cos x. വീണ്ടും ആ ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ m എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ y എന്ന് പറയുന്നത് c മൈനസ് 2x. ഇൻ്റഗ്രൽ c മൈനസ് 2x ഇൻറ്റു സൈൻ എക്സ് പ്ലസ് 3 cos x ഇൻറ്റു ഡി എക്സ്. അപ്പോൾ മൈനസ് ഓഫ് c മൈനസ് 2x ഇൻറ്റു cos x മൈനസ് ഇൻ്റഗ്രൽ ഓഫ് -2 ഇൻറ്റു മൈനസ് cos x ഡി എക്സ് പ്ലസ് 3 സൈൻ എക്സ് മൈനസ് ഓഫ് c minus 2x into cos x minus 2 sin x plus 3 sin x. അപ്പോൾ minus c cos x plus 2x cos x plus 3 sin x minus 2 sin x. അപ്പോൾ minus c cos x plus 2x cos x plus sin x. അപ്പോൾ cനെ റീപ്ലേസ് ചെയ്ത് വീണ്ടും മാറ്റണം. അപ്പോൾ മൈനസ് ഓഫ് 5 plus 2x into cos x plus 2x cos x plus sin x is equal to minus y cos x plus sin x. ലാസ്റ്റിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് 5 minus 3x പ്ലസ് ഫംഗ്ഷൻ ഓഫ് 5 plus 2x മൈനസ് y cos x plus sin x.